മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നമ്മുടെ ഷാനവാസും ഇന്നലെ വൈൽഡ് കാർഡായി വന്ന ലക്ഷ്മിയും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസിൻ്റെ വരെ അടപ്പിച്ച് കളഞ്ഞു നമ്മുടെ ലക്ഷ്മി. ഷാനവാസ് ആണല്ലോ നമ്മുടെ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ രാവിലെ കിച്ചണിൽ വന്നപ്പം കിച്ചൺ അത്രയ്ക്ക് ക്ലീൻ അല്ലായിരുന്നു. അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്യാമെന്ന് ഏറ്റിരുന്നത് റെന ഫാത്തിമയാണ്. പക്ഷേ റെനെ ആ കാര്യം മറന്നുപോയി, അതായത് കിച്ചൺ ക്ലീൻ ആക്കണമെന്ന ആ ഒരു കാര്യം. അതിനെ തുടർന്ന് ഷാനവാസും റെനയും ചെറിയൊരു ഫൈറ്റ് നടക്കുകയായിരുന്നു. ആ സമയത്ത് ലക്ഷ്മി അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു സവോള എന്തോ കട്ട് ചെയ്തുകൊണ്ട് കിച്ചണിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ ഫൈറ്റ് ഇങ്ങനെ നീണ്ടു പോകുന്നതല്ലാതെ ജോലികളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ലക്ഷ്മി അതിൽ കയറി ഇടപെട്ട് ഇവിടെ നിന്ന് ഒച്ചയെടുക്കാതെ പോയി ജോലി എടുക്കുമെന്നും പറഞ്ഞ് ലക്ഷ്മി കുറച്ച് ചൂടാകുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഷാനവാസ് തിരിച്ച് ലക്ഷ്മിയോട് പോയി ചൂടാകുന്നത്. കാരണം ലക്ഷ്മി കിച്ചൺ ടീമിലല്ലതാനും, എന്നിട്ട് കിച്ചൻ്റെ അവിടെ വന്ന് സവോളയൊക്കെ അരിഞ്ഞു കൊടുക്കുന്നു. അത് പറയാനുള്ള അവകാശം ഷാനവാസിനുമുണ്ട്. കാരണം ഷാനവാസ് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ ആണല്ലോ. ഉടനെ ഷാനവാസ്, നീ ആ സവോളയും കത്തിയും അവിടെ ഇട്ടിട്ട് പൊക്കെ, നിന്നോടാരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ, പോടി എന്ന് പറയും. ലക്ഷ്മി അപ്പോൾ തിരിച്ച് ഷാനവാസിനോട് ചൂടാകുന്നുണ്ട്. എന്നോട് എടി പൊടിയെന്നൊന്നും വിളിക്കേണ്ട, എനിക്കൊരു പേരുണ്ട് ലക്ഷ്മി, അങ്ങനെ വിളിച്ചാൽ മതി. അതുമല്ല കത്തി ചൂണ്ടിയും കൈ ചൂണ്ടിയും എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട, അതെനിക്ക് ഇഷ്ടമല്ല എന്ന്. ഉടനെ ഷാനവാസ് പറയുന്നത്, ഞാൻ നിന്നെ പോടിയെന്ന് തന്നെ വിളിക്കും, പിന്നെ പോടാന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ, നിന്നെ പോടിയെന്ന് തന്നെ വിളിക്കും, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ പോയി കേസ് കൊടുക്കുക. എന്തായാലും ഇത് എൻ്റെ ഏരിയ ആണ്, എൻ്റെ സെക്ഷനാണ്, ഇവിടെ ആര് നിൽക്കണം, ആരെന്തൊക്കെ ജോലികൾ ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ പോയി കേസ് കൊടുക്കുമെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ഉടനെ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ പ്രവീൺ വരുന്നുണ്ട്. പ്രവീണും ഇന്നലെ വൈൽഡ് കാർഡായി കയറിയ ഒരു കണ്ടസ്റ്റൻ്റാണ്. പ്രവീൺ പറയുന്നത്, ലക്ഷ്മി പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇന്നലെ അനീഷ് ഇവിടെ നിന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കും അവനെ പറഞ്ഞു വിടാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ലക്ഷ്മിയും അവിടെ നിൽക്കട്ടെ, ലക്ഷ്മി കിച്ചണിലെ ജോലിയൊന്നും ചെയ്യാതിരുന്നാൽ പോരെ, സവോള അരിയണ്ട, വെറുതെ അവിടെ നിൽക്കുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രവീൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും കൂടി കേട്ടപ്പോൾ ഷാനവാസിന് വീണ്ടും ദേഷ്യമാകുന്നുണ്ട്. ഷാനവാസ് ഒച്ചയെടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ സമയത്ത് ജിഷൻ വന്ന ഷാനവാസിനോട് പറയുന്നത്, എടാ നീ ഇത്രയും സൗണ്ട് എടുക്കാതെ, എന്നിട്ട് രാത്രി നീ നിന്റെ സൗണ്ട് പോയെന്ന് പറഞ്ഞു വരും, ഇത്രയും സൗണ്ട് എടുക്കാതെ എന്ന് പറയുന്നു. ഷാനവാസിന് പിന്നെ പ്രവീണിനോടൊന്നും പറയാൻ പറ്റില്ല, കാരണം പ്രവീൺ കിച്ചൺ ടീമിലുള്ള ആൾ തന്നെയാണ്. പ്രവീൺ അവിടെ നിൽക്കാനുള്ള അവകാശവുമുണ്ട്. ഇങ്ങനെ ഒച്ചയെടുത്ത് വീണ്ടും ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ലക്ഷ്മി അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് സൗണ്ട് എടുത്ത് സംസാരിക്കാൻ നിൽക്കണ്ട, ഒച്ച താത്തി സംസാരിച്ചാൽ മതി, എനിക്ക് കേൾക്കാം. എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാനത് ആരാണേലും മുഖത്ത് നോക്കി പറയും. എന്നെ എടീന്ന് വിളിക്കാൻ പറ്റില്ല, എൻ്റെ നേരെ കയ്യോ കത്തിയോ ചൂണ്ടി സംസാരിക്കാനും പറ്റില്ല, ഇത്രയും സൗണ്ട് എടുത്ത് സംസാരിക്കാനും പറ്റില്ല എന്ന് പറയും. അപ്പോഴും ഷാനവാസ് പറയുന്നത്, നിനക്കിതൊന്നും ഇഷ്ടമില്ലെങ്കിൽ നീ പോയി കേസ് കൊടുക്ക്, അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ, ഇതെൻ്റെ സെക്ഷനാ, ഇവിടെ നിൽക്കാൻ പാടില്ല. ഉടനെ ലക്ഷ്മി പറയുന്നത്, ഞാൻ കിച്ചൻ്റെ അകത്തല്ലല്ലോ, കിച്ചൻ്റെ പുറത്താണ് നിൽക്കുന്നത്, എനിക്കിവിടെ നിൽക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ ഇന്നലെ രാത്രി ഡിന്നർ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കിച്ചണിൽ കയറി ദോശ ഇട്ടപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ ഇപ്പോഴെന്തിനാണ് എന്നെ പറഞ്ഞു വിടുന്നത് എന്ന് ലക്ഷ്മി ചോദിക്കുന്നു. അതിന് ഷാനവാസ് പറയുന്നത്, ഇന്നലെ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നില്ല, കാരണം ജിസേൽ കിച്ചൺ ടീമിലുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ജിസേലിനെ ഇന്നലെ ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു. പണിഷ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ജിസേലും അനുമോളും ജയിലിലായിരുന്നല്ലോ. കിച്ചണിൽ ആൾ കുറവായതുകൊണ്ടാണ് ഇന്നലെ നിന്നെ കയറ്റിയത്, ഇന്ന് നിന്നെ കയറ്റണ്ടെന്ന് തീരുമാനിക്കുന്നതും ഞാനാണ്, നീ പോയി നിന്റെ സെക്ഷനിൽ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് പോയി നോക്കേ എന്ന് പറഞ്ഞ് ഷാനവാസ് വീണ്ടും ലക്ഷ്മിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ ലക്ഷ്മി ആ കിച്ചൻ്റെ പരിസരത്ത് നിന്ന് പോകാൻ തയ്യാറേ അല്ല. ലക്ഷ്മി എന്നിട്ട് പറയുന്നത്, ഞാൻ കിച്ചൻ്റെ അകത്ത് കയറി ഒന്നും കുക്ക് ചെയ്തിട്ടില്ല, പുറത്തുനിന്ന് സവോള അരിയുകയായിരുന്നു, കാരണം അത് നിങ്ങൾക്ക് സ്പീഡില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വന്നത്, ഇങ്ങനെ താമസിച്ചാൽ ഫുഡ് എപ്പോൾ കിട്ടാനാണ്. അതിന് ഷാനവാസ് പറയുന്നത്, ഇത്രയും ദിവസം ഇവിടെ ഇങ്ങനെയായിരുന്നു, നീ ഇപ്പോൾ വന്നിട്ട് ഇവിടെ പരിഷ്കാരം കൊണ്ടുവരാൻ നോക്കണ്ട, ചിലപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ഫുഡ് കിട്ടിയെന്നും വരും, അതിനിപ്പോൾ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ. ഉടനെ ലക്ഷ്മി വീണ്ടും ചൂടായി പറയുന്നുണ്ട്, എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം, കണ്ടോ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇന്നലെ വന്നപ്പോൾ മുതൽ അറിയാം, ലക്ഷ്മിക്ക് കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടുന്നുണ്ടായിരുന്നു, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം കയറി ഇടപെടുന്നുണ്ടായിരുന്നു. ഷാനവാസിനാണെങ്കിൽ ലക്ഷ്മിയോട് ഒന്ന് പറഞ്ഞു നിൽക്കാനും പറ്റുന്നില്ല. ഈ ലക്ഷ്മി എന്ന് പറയുന്ന വൈൽഡ് കാർഡ് എൻട്രി ഇനി ഗെയിം മാറ്റിമറിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.